ഇങ്ങോട്ട് വന്നപ്പോൾ 7-7.5 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു. ഇടയ്ക്ക് ഒരു ഫോർമാലിറ്റി കൊണ്ട് ചോദിച്ചു ഞാൻ ഓടിക്കണം. വീഡിയോ അത് കേൾക്കാൻ നോക്കി പിന്നെ ഫോൺ എടുത്ത് അവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കനേഡിയൻ മല്ലൂസിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അതായത് കാനഡയിലുള്ള മല്ലൂസ് എല്ലാം കൂടെ ചേർന്ന് കാനഡയിലുള്ള മല്ലൂസ് അല്ല, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സിറ്റിമാർ ടെറസ് ഏരിയയിലുള്ള മലയാളീസ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ 1 വയസ്സാവുന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങൾ പോകണതാണ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി പോകുന്നതാണ്. ഈ പാട്ട് ഞാനിങ്ങനെ സ്പീഡിലാക്കി വിടുന്നത് വീഡിയോ വേഗം തീരാൻ വേണ്ടിയല്ല, എൻ്റെ വൃത്തിയായിട്ട് ശബ്ദം നിങ്ങളാരും കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊരു പ്രത്യേക ഒരു പരാമർശം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് എനിക്ക് കോൾ വന്നു. ആ പ്രത്യേക പരാമർശം എന്താണെന്ന് വെച്ചാൽ, ഷാൻഡിമോനെ കാറ് കയറ്റിയിരുത്തിയാൽ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കും. അതാണ് അവൾ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം. വീണ്ടും ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. പാറുവിൻ്റെ പാട്ട് പിന്നെ നല്ല കേട്ടോ, എന്നെ പോലെ കാക്കാക്കുച്ചി വെച്ചൊന്നുമല്ല. ഇത് കുറച്ച് ദൂരമുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പീഡാക്കി വിട്ടേ കേട്ടോ. പക്ഷേ നല്ല അടിപൊളി വഴി, പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. ഇതാണ് കാറ്ററിംഗ് ബേബിയുടെ വീട്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും മലയാളീസ് ഈ ഏരിയയിലുണ്ടെന്നുള്ള കാര്യം എന്നാണ് അറിയുന്നത് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, എനിക്കറിയാത്ത ആൾക്കാരുടെ കുറേ ഫാമിലീസ് ബലൂണൊക്കെ എടുത്ത് കളി. ഇതിനാണെങ്കിൽ എന്തോ എല്ലാവരെയും നോക്കി എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനാണേലും അവിടെ വന്ന് ചേച്ചിമാരുടെ ഡ്രസ്സും ചെരുപ്പും ബാഗും എല്ലാം നോക്കി വരുന്നത്. ഇതാണ് ബർത്ത്ഡേ. ആൾക്ക് കാര്യമൊന്നും മനസ്സിലാക്കി. ജനങ്ങൾ ഹോട്ടലിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ചുള്ള ഹോട്ടലുടെ ഉള്ളിൽ കയറി പരിപാടി തുടങ്ങി. Birthday to you, happy birthday to you, happy birthday to you, happy birthday to you.